Hi friends, welcome to Talks and Crafts. ഞാൻ അനന്തു. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഡേക്യുവിന്റെ ബർത്ത്ഡേ സ്പെഷ്യൽ മാഷപ്പ് വീഡിയോയ്ക്ക് റിയാക്ട് നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ കുറേ പേര് പറഞ്ഞു മൻസൂർ റഷീദിന്റെ മാഷപ്പ് വീഡിയോയ്ക്കും റിയാക്ട് ചെയ്യുമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് അതാണ് ചെയ്യാൻ പോകുന്നത്. Hey God, please send your angel. എനിക്കെല്ലാം നൽകുക. മലയാള സിനിമയുടെ, തെന്നിന്ത്യൻ സിനിമയുടെ, ഇന്ത്യൻ സിനിമയുടെ പ്രിൻസ് ഓഫ് മലയാളം സിനിമ. Let's welcome ദുൽഖർ സൽമാൻ. സെക്കൻഡ് ഷോ എന്ന് പറയുന്ന പടം റിലീസ് ചെയ്ത് ആദ്യ ദിവസം ഞാൻ മമ്മൂക്കനെ വിളിച്ചു. നന്നായിരിക്കുന്നതാണ് എല്ലാവരും പറയുന്നത്. എല്ലാവരും പറയുന്നുണ്ട് നന്നായി വന്ന ഭാഗ്യം. എന്നെ കെട്ടിപ്പിടിച്ച് കരയുന്നൊരു സീൻ. അവൻ ശരിക്കും പൊട്ടിക്കരയുക തന്നെയാണ് ചെയ്യുന്നത്. ഞാനിങ്ങനെ മനസ്സിലാലോചിച്ചു, രണ്ടാമത്തെ സിനിമയിൽ അഭിനയിക്കുമ്പോഴേ അത്രയധികം ഇൻവോൾവ്ഡ് ആവുന്നു. വളരെ അനായാസം അഭിനയിക്കാൻ കഴിയുന്ന ഒരു ഐഡന്റിറ്റി ഉള്ള നടൻ. Without any traces of his father. മമ്മൂക്കാട് ഇൻഫ്ലുവൻസ് പോലും. ദുൽഖർ is such a down to earth guy. നമ്മൾ വിചാരിക്കും കുറച്ച് ജാടി ഇട്ടു. Put your hands together for the heartthrob of Kerala. അല്ലാതെ നീയൊക്കെ വീട്ടിൽ ചെന്ന് ഏത് നടനാണ് നടനാക്കിയത്? Please don't hate me. ഒരു വേദനിച്ചിട്ടുണ്ടാവും. ഇപ്പൊ പാര്. What you say, what you think, 'cause right about now my thoughts we're on the brink. നല്ല അസൽ മമ്മൂട്ടി We don't give a fuck what you say, what you think, 'cause right about now my thoughts we're on the brink. Yo. എനിക്ക് തന്റെ പിന്നാലെ നടക്കാനില്ല, ഒപ്പം നടക്കാൻ ഇഷ്ടം. എല്ലാവർക്കും ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെന്റ്. അന്നും എന്നും എന്നും പെണ്ണിന് പണം തന്നെ കാണും. ഓരോ സുലൈമാനിയിലും ഒരിത്തിരി മുഹബത്ത് വേണം. അത് കുടിക്കുമ്പോ ലോകം ഇങ്ങനെ പതുക്കെ നിൽക്കണം. അങ്ങനെ വയറു നിറയ്ക്കാൻ ആരെ കൊണ്ടും പറ്റും. കഴിക്കുന്നവരെ മനസ്സ് നിറയണം. അതാണ് ശരിയായ കൈപുണ്യം. സിസ്റ്റർ തെരേസ് മേരി 10-30 കൊല്ലമായിട്ട് സീഷൽസിലാ. വീട്ടിലെ പേര് ത്രേസ്യ, ചക്കൂറയ്ക്ക് ത്രേസ്യ. അതൊരു ജിന്നാണ്. നീ പുലിയാണ് കേട്ടാ. എന്നെ അന്വേഷിച്ചു വന്ന പിന്നെ ഒരാൾക്ക് നിന്നെ അന്വേഷിക്കാൻ കിട്ടിയ. കളിയല്ലാത്തൊരു കാര്യം പറയാം. ടെസ്റ്റോട് പൂരം കണ്ടിട്ടുണ്ടെങ്കിൽ വരാൻ പറ. ആൾക്കൂട്ടത്തിനിടയിൽ ഞാനുണ്ടാവും. കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ കണ്ടുപിടിക്കാം. നമുക്ക് കളറായിട്ടൊരു ഫോട്ടോ പിടിച്ചാലോ? ഈ മോൻ വന്നതേ ചുമ്മാ മോനെ. సల్మాన్ జెమిని గణేషన్ పాత్ర చూస్తుంటే నాకు జెమిని గణేషన్ గారితో నాకు ఇంట్రాక్షన్. എനിക്ക് ദുൽഖറിനെ ഭയങ്കര Absolutely no. That's Dulquer. ഞാൻ ശരിക്കും ഭാഗ്യവാനാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ അവാർഡ് തന്നിരിക്കുന്നത് നമ്മളെല്ലാവരും പ്രിയങ്കരനായ ലാലേട്ടനാണ്. மலையாளம் சினிமா பொறுத்த வரைக்கும் உங்க ரெண்டு பேரையும் தளபதி அப்படிங்கிற மாதிரி சொல்லலாம். ദുൽഖർ സൽമാൻ ചരിത്രം ആവർത്തിക്കാനല്ലോ. ചില കാര്യങ്ങൾ ചെറിയ ലക്ഷ്യങ്ങളിൽ തട്ടി വീണത് വലിയ ലക്ഷ്യങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നത്. ആ പെരുകിട്ടാപ്പിളുടെ സുമാരക്കുറിപ്പിന്റെ കാര്യം വേറെ ഒന്നും ആയിട്ടില്ല. ജോർജ്, ഉറപ്പീനുള്ള പരിപ്പൂടെയും ചായ ഞാൻ തരുന്നു. ചില പട്ടികൾ കടിക്കും, ചിലത് കുരയ്ക്കും. വെറുതെ എന്റെ കൈ കൊണ്ട് നേർച്ചിടിക്കും. അച്ഛന്റെ കൈ പിടിച്ച് നടന്ന മക്കൾ അച്ഛന്റെ കയ്യിൽ ഒപ്പം പിടിച്ചു നടന്നത്. എനിക്ക് തന്റെ പിന്നാലെ നടക്കാനില്ല,
ഒപ്പം നടക്കാൻ ഇഷ്ടം. for Dulquer Salman. മാഷപ്പ് വീഡിയോയുടെ അവസാനം കുറുപ്പ് മൂവിയെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സ്നീക്ക് പീക്ക് യൂട്യൂബിൽ DQ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കത് സ്നീക്ക് പീക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം. എന്നിട്ട് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇനി എന്നെ ആര് കാണണമെന്ന് ഞാൻ തീരുമാനിക്കും. അത് കാക്കിയാണേലും ശരി, കതറാണേലും ശരി. ആദ്യം തന്നെ ഈ മാഷപ്പ് വീഡിയോയ്ക്ക് റിയാക്ട് ചെയ്യണമെന്ന് പറഞ്ഞവർക്ക് ഒരു ബിഗ് താങ്ക്സ്. മാഷപ്പ് വീഡിയോ സൂപ്പറായിരുന്നു, പൊളിയായിരുന്നു, അടിപൊളി എഡിറ്റിംഗ്, അടിപൊളി മിക്സിംഗ്. DQന്റെ കരിയറിന്റെ തുടക്കത്തിൽ അദ്ദേഹം പോയിരുന്ന ഫംഗ്ഷനിലൊക്കെ ലാലേട്ടന്റെ ഫാൻസ് വന്ന് ലാലേട്ടൻ എന്ന് കൂകി വിളിച്ചിരുന്നു. അപ്പോൾ DQ വളരെ കാമായിട്ടാണ് അതിനെയൊക്കെ നേരിട്ടത്. അതിനുശേഷം ഒരു അവാർഡ് നൈറ്റിൽ അദ്ദേഹം അവാർഡ് വാങ്ങുന്ന ടൈമിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് ഭാഗ്യം ചെയ്തവനാണ്, കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ അവാർഡ് തന്നിട്ടുള്ളത് ലാലേട്ടൻ തന്നെയാണെന്ന്. പിന്നീട് DQ വലിയൊരു ഫാൻ ബേസ് ഉള്ള നടനായി തന്നെ മാറി. ഇന്നിപ്പോ പ്രൂവ് ചെയ്തൊരു നടനാണ് DQ. ഏത് ഭാഷയിലും ഏത് സിനിമാ മേഖലയിൽ എടുത്തു നോക്കിയാലും ദുൽഖറിന് ഒരു പേരുണ്ട്. എല്ലാവരും അദ്ദേഹത്തിന് ഒരു റെസ്പെക്ട് കൊടുക്കുന്നുണ്ട്. ഈ മാഷപ്പ് വീഡിയോന്റെ എഡിറ്റിംഗ് കൊണ്ടാണ് നമുക്കും ഈ വീഡിയോ കാണുമ്പോൾ ദുൽഖറിനുണ്ടായ തിരിച്ചടികളിൽ നമുക്കും സങ്കടം വരികയും അതേപോലെ തന്നെ ദുൽഖറിന്റെ സക്സസ് കാണിക്കുന്ന പാർട്ടിൽ നമ്മൾ അത്രയും ഹൈപ്പിൽ വരികയും ചെയ്യും. കറക്റ്റായിട്ട് ഇമോഷൻസ് ഒക്കെ നമുക്ക് കൺവേ ആവുന്നുണ്ട്. ഓവറോൾ നല്ലൊരു മാഷപ്പ് വീഡിയോ ആയിരുന്നു. കരിയറിന്റെ ആ ഒരു ഫുൾ ലെങ്ത്തിലുള്ള എല്ലാ സംഭവങ്ങളും, സിനിമയിലെ സീൻസും ഡയലോഗ്സും ഏറ്റവും മികച്ചതെല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. സോ ഇറ്റ് വാസ് അമേസിങ്. അതുകൂടാതെ ഇപ്പൊ കുറുപ്പിന്റെ ആ ഒരു സ്നിക് പീക്ക് കൂടി കണ്ടു. അപാര മാസ്, കട്ട മാസ്. കപ്പിൾ ഓഫ് സെക്കൻഡ്സ് മാത്രമാണ് നമുക്ക് ആ ഒരു വീഡിയോ കാണാൻ പറ്റുന്നത്. DQ ജസ്റ്റ് കാറിലേക്ക് കയറുന്നു, പക്ഷെ അപാര മാസാണ്. കിഡിലമായിട്ട് അത് ചെയ്തിട്ടുണ്ട്. നല്ല ഒരു വിഷ്വലാണ്, നല്ല ആ ഒരു ഗെറ്റപ്പാണ്. അദ്ദേഹത്തിന്റെ ലുക്ക് ആണെങ്കിലും ആ ഒരു വിൻറ്റേജ് കാർ, ആ ഒരു സീനറി സൂപ്പറായിരുന്നു. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒന്നും പറയാനില്ല, കിടുക്കൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. സോ വി ആർ വെയിറ്റിംഗ് ഫോർ കുറുപ്പ്. ഞങ്ങൾക്ക് ഇനി DQനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട്, പക്ഷേ ഞങ്ങൾ ഇതിന് മുന്നേയുള്ള വീഡിയോസിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കുറേ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ അതും കാണുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.